ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞാട് ഇത് ലോഡാവാൻ സമയം എടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതേ ഗൈസ്, ഇപ്പോഴത്തെ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കത്തില്ല. ഇതിനകത്ത് നമ്മൾ കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ചെയ്ത കുറച്ച് പരിപാടിയുണ്ട്. നമ്മുടെ ബാഗ് പടത്തിന് നമ്മുടെ സീക്രട്ട് ബേസ്മെന്റ് ആണ് ഗൈസ്. മറ്റേത് ഇത് നമ്മുടെ സീക്രട്ട് ബേസ്മെന്റ് ആണ്. ഇതൊന്നും നിങ്ങളിപ്പോൾ കാണിയാണ്. ഇതും എടുക്കണം. നിങ്ങളെ ഒരു ചെസ്റ്റിലെ സാധനം മാത്രം കാണിച്ചിട്ടുള്ളൂ. മറ്റേ ചെസ്റ്റ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ക്യാമറയുടെ മറവിൽ ചെയ്ത് വെച്ച് കുറച്ച് പരിപാടിയാണ് ചെയ്തത്. അതങ്ങനെ ആരും കാണിക്കാനൊന്നും പറ്റത്തില്ല. കുഴപ്പമില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ചോർച്ചയുള്ളത് പോലെ. അയ്യോ, ഇതെന്തോ ഗൈസ് ബഗ്ഗി വന്നിട്ടുണ്ടോ? ഗൈസ്, നമ്മുടെ വീടിന് എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ. ഇതെങ്ങനെ നമ്മൾ പോയത്? അയ്യോ, വെച്ച് പിടിപ്പിച്ചിട്ട് പോയാൽ മതി. നമ്മളിതിനിടയ്ക്ക് ഇവിടെയൊക്കെ പോയി, നെഗറിലൊക്കെ പോയി. നമ്മൾ നെഗറിൽ പോയിട്ട് ഇതൊക്കെ നെഗറിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് വീടുണ്ടാക്കാനുള്ള കല്ലൊക്കെ അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അവിടെ പോയിട്ട് ഭയങ്കര സീനൊക്കെ ആയിരുന്നു. ഇതിൻ്റെ പുറത്തിരിക്കുന്ന സാധനം കിട്ടി, ഡയമണ്ടിൻ്റെ. ടിങ്കുമോൻ്റെ ദേഹത്ത് ഈ സ്റ്റാഡിലും വേണ്ട. ഇതും വീഡിയോ തരും. അത് വേണ്ട. ടിങ്കുമോനെ ബാബാ നമുക്കൊരു ഓട്ടത്തിൽ പോയിട്ട് വരാം. അങ്ങനെ കെട്ടിയിട്ടോ പോയോ സ്റ്റാഡിൽ പോകാൻ? അയാളായി പോയി. റൈഡ് പോയി. സ്റ്റാഡിലുണ്ടല്ലോ ഈ വേണ്ട രാത്രി. ടിങ്കുമോൻ പവറാണ്. അവനെ ലക്ഷ്യം അല്ലെങ്കിൽ കടമോളം മര്യാദ. ശരി, ചോറ് മോഹന്തി കാണും ഇവിടെ. പറഞ്ഞോളൂ. നിങ്ങളെ ഇതൊക്കെ നമ്മളെ നമ്മുടെ ഇത് കുറേ ഡയമണ്ടും കാര്യങ്ങളും എന്തുവാ ഇതിനകത്തെന്തോ വാവല്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ കിടന്നു പറഞ്ഞാൽ വെളിയിലോട്ടിറങ്ങി അവന്മാരില്ല നമ്മളെ അരിഞ്ഞങ്ങ് തെള്ളും. ഇതൊക്കെ ഇടാം. പിന്നെ നമുക്ക് മണ്ടയ്ക്ക് പോകാൻ
ഗൈസ് നമ്മളിത് പറന്ന് ചാടി പോവാം. നമ്മളവിടെ എല്ലാത്തിനും കളി ഒരു പ്രാവശ്യം നമ്മൾ തിരിച്ചു വരുന്നത് അതാണ് എന്നുള്ളത്. നമുക്ക് എന്തായാലും മണ്ടയ്ക്ക് നമുക്ക് ചാടി പറന്നങ്ങിറങ്ങാൻ പറന്ന് തന്നെ വന്ന് കയറി. ഇവിടെ എരുമ നിൽക്കുന്നു. നമ്മുടെ ഈ ലെഡ് ഉണ്ടോ നോക്കാം. നമ്മളെ പിടിച്ച് നമുക്ക് കടക്കാൻ കിട്ടിയ ഇതൊക്കെ നിൽപ്പുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഇവിടെയും കുറെ ബോണൊക്കെ നമ്മുടെ ഇരുട്ട് വെച്ചേക്കാം. നമ്മുടെ ഈ ചാനൽ നമ്മുടെ പുതിയ സ്ഥലത്ത് പോയി നമുക്ക് നോക്കിയിട്ട് വരാം. താങ്ക്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഗോളെന്ന് വെച്ചാൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇപ്പോൾ ചെറിയ വീടും ഇവിടെ ലെഡ് ഉണ്ടോ ലക്ഷം ഉണ്ടോ എൻ്റെ അതേ കിടക്കും. 3 എണ്ണം കൂടെ ഉണ്ട് കാക്കി. വിശപ്പ് പെട്ടെന്ന് വരുന്നത് കണ്ടെടുത്തോണ്ട് തന്നെ പോവാം. നമ്മൾ പറന്നിറങ്ങിയപ്പോഴും അവനെ കണ്ടേ. എന്തായാലും നമുക്ക് പറന്ന് തന്നെ പോവാം. ഇതെന്താ പറക്കുവാണെന്ന് പറഞ്ഞു കിട്ടിയതാ. മോനെ ഇവിടെ ഒന്ന് വന്നേ. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ലൈറ്റ് ചെയ്യാൻ പറ്റുമെന്തോ. ബാബാ വന്നേ കുട്ടൻ പാടാ. ഇതിനെന്താ പോവാന്നേ. മര്യാദ ഇങ്ങനെ പുറകിന് വന്നോണം. പിന്നെ നമ്മുടെ ഇക്രൂമാൻ്റെ സൈഡിൽ കെട്ടിയിടാൻ പോവാ. അറിയാമോ? പിന്നെ ഇക്രൂമാൻ്റെ സൈഡിൽ കൊണ്ട് വന്നേ. അയ്യോ അവൻ ലസ്സി ഇട്ട് പോയി. ലസ്സി നിനക്കെന്താ ഇക്രൂമാൻ്റെ അടുത്തോട്ട് വരാൻ ഇത്ര മടി? ഞാനിപ്പോൾ വരാം. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാം. ഇവിടെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഓ എവിടെയായിരുന്നു ഞാൻ ചാപ്റ്റർ എവിടാണോ എന്തോ ഞാൻ ചത്ത് വീണത്. വല്ലാത്ത എന്തായാലും നമ്മൾ ചത്ത് വീണ. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം എല്ലാം ഉണ്ടോ ഇവിടെ? നമ്മുടെ ലക്ഷ്യം ഇടില്ലേ. നമ്മൾ ഇലക്ട്രിക്
ഉണ്ട് ലെറ്റർ കിട്ടി. ഓക്കെ, നമുക്ക് പോയിട്ട് കുറച്ച് വില്ലേജ് എങ്ങനെയും കണ്ടുപിടിക്കാൻ പോകും ഗൈസ്. അപ്പോൾ ഗൈസ് അതിന് മുമ്പ് നമുക്ക് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ നോക്കാതെ? നമ്മൾ ഫുൾ സെക്യൂറായിട്ട് നമുക്ക് പോവാം. ആരും പേടിക്കണ്ട, എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ കാണും. നമുക്ക് അയാണിൻ്റെ എല്ലാ സാധനവും എടുത്ത് വെച്ചേക്കാം ഗൈസ്. കാരണം നമുക്ക് ദൂരെ പോകാനുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ആവശ്യമുള്ള സാധനം തന്നെ എല്ലാം എടുത്ത് വെച്ചേക്കാം. അതൊക്കെ മതി. ഹെൽമെറ്റ് എടുത്തില്ല ഗൈസ്. ഹെൽമെറ്റ്, ക്യാറ്റ്സ് ഉണ്ട്, അതൊക്കെ മതി. ഓക്കെ, പിന്നെ കുറച്ച് വുഡൻ്റെ ഇതൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്ത് പോയിരിക്കാം ആവശ്യമുണ്ട്. ഷീൽഡില്ല ഗൈസ്, പറഞ്ഞ പോലെ ഷീൽഡില്ല. അപ്പോൾ ഗൈസ് ഇനി ഷീൽഡ് എടുക്കണം ഗൈസ്. ഷീൽഡാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കാണാം. ഷീൽഡ് നമ്മൾ ഇതിനകത്താണ് വെച്ചേക്കാൻ. അയ്യോ, ഷീൽഡൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഷീൽഡ് മതിപ്പോഴത്തേക്ക് ഇതൊക്കെ മാറ്റി അതിനകത്ത് നിന്ന്. ആ, ഇത് മാറ്റരുത്, നമുക്ക് ഇതെല്ലാം എടുത്താൽ മതി. ഇതിവിടെ അത് കുഴപ്പമില്ല, നമുക്ക് ഇന്നിവിടെ ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഷീൽഡ് ഓക്കെ, നമ്മൾ വില്ലേജ് പറക്കാൻ പോകും ക്രോനെ. അപ്പം ശരി, നമ്മൾ ഈ വീട്ടിലോട്ട് വരാനുള്ള വഴി മറന്നു പോയി. നമ്മൾ വന്ന വഴി ഓർക്കണ്ടേ? ഓഹോ, അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഇവിടെ വില്ലേജ് ഇല്ല ഗൈസ്, നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. വെറുതെ വില്ലേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വില്ലേജ് ഒന്നുമില്ല. നമുക്കൊരു സഞ്ചാരത്തിന് പോകാം ഗൈസ്. ഒരു സഞ്ചാരം നമ്മുടെ കുട്ടുമോനെയും കൊണ്ട് സഞ്ചാരത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇതിന് ഒരു ചുമ്മാ അല്ല ലൈഫ് എങ്ങനെ പറയുന്നത്. ഗൈസ് നമുക്ക് പോയിട്ട് ആ സാഡിൽ എടുത്തിട്ട് വരാം. ഭയങ്കര ഇതുണ്ട്, ഇത് എടുക്കാം. പിന്നെ നമുക്ക് ഇത് എടുക്കാം. ഇത് കുതിരക്കല്ലേ, ഇതിനിടാൻ പറ്റുമോ നോക്കാം. യാമു സഫീരി, യാമു സഫീരി, നമ്മൾ യാമു സഫീരി ആകുമ്പോൾ യാമു സഫീരി അങ്ങനെയൊക്കെ ക്യാരറ്റ് വെച്ചാൽ എന്നെ ഫീൽ ചെയ്യുന്നത്. ക്യാരറ്റ് കൊടുക്കും. നിന്നെ കൊണ്ട് ഒരു ഇവനെ കൊണ്ട് നോക്കല്ലോ ഉപകാരം കാണും. വലിയൊരു ഉപകാരമില്ലാത്തവനായിരിക്കരുത് എത്തിയവൻ. കാരണം പിന്നെ ഇവനെ റൈഡ് ചെയ്തിടാം. ബാ അങ്ങനെ ഭയങ്കര ശക്തിമാൻ തന്നെ.
രക്ഷപ്പെടാം ഗൈസ്. എൻ്റെ പേര് കുട്ടാപ്പൻ. ഞാൻ പറഞ്ഞു എൻ്റെ പേര് എൻ്റെ പേരാണ് നിങ്ങൾക്കറിയുമോ? എൻ്റെ കാർഡിൽ പോയി എൻ്റെ കാർഡിൽ പോയി കാർഡിൽ ഞാൻ എവിടെ നോക്കും. പോയിട്ടുണ്ട്. നമ്മളെ കൊച്ചുകാരൊക്കെ എങ്ങനെ കെട്ടിയിടുമോ? നമുക്ക് മറ്റവനെ കഴിച്ചു വിടാം. എന്ത് പറയുന്നു? അവനാണെങ്കിൽ വെറും ഒരു മോണ്ണ അവനെ കഴിച്ചു വിട്ടാം. എന്നിട്ട് അവൻ്റെ സാരിൽ അങ്ങോട്ട് എടുക്കാം. അയ്യോ നമ്മളെ കൊച്ചുകാർക്ക് മൂന്ന് പിന്നെ ഞാനങ്ങ് തുടങ്ങി. എത്ര പോയി നമ്മുടെ കുട്ടൻ എന്ത് ചെയ്യും? ഇത് നമ്മളെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പണിയും വാങ്ങിച്ചിട്ട് പോയി എന്തിടാ നമ്മളെവിടെ എത്തയാണ്. അതുകൊണ്ട് എന്താ നമ്മളെ കുട്ടനല്ലോ നമ്മൾ സെറ്റല്ലോ. ഇതെന്താ അങ്ങോട്ട് കയറാൻ നമ്മൾ ഇതിലോട്ട് വിളിച്ചു. അവിടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാടാണ്. എന്തായാലും വന്ന് ഇരിക്കല്ലേ, നമുക്ക് എന്തായാലും ഒന്ന് ഇറക്കാം. എന്തായാലും തുടങ്ങി വെച്ചല്ലേ, നമുക്ക് എന്തായാലും തീർക്കാതെ പെട്ടെന്ന് ഗൈസ്. നമുക്ക് നമ്മുടെ സാധനം എല്ലാം ഇട്ടല്ലോ. കിട്ടിയിട്ടുണ്ട്, നല്ല ഉണ്ട്. വീട്ടിലോട്ട് എങ്ങനെയും കയറി ചെന്നാൽ മതി. നമ്മുടെ സാഡിലെന്ത് സാഡിലും പോട്ടെ ഇലയിട്ടാ എന്ത് ഇതെന്ത് സാധനം? ഇത് ഇതൊക്കെ പോയില്ല നമ്മുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ പോയി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാം. നമുക്ക് വല്ല മണ്ടയ്ക്കൂന്ന് എടുത്തങ്ങ് ചാടിയാൽ തിരിച്ചു വന്നാൽ നമ്മളിവിടെ തന്നെ സ്പോണാവും. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ചാടാനൊക്കെ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് ചാടി നോക്കാം. ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഡ്രസ്സൊക്കെ കിട്ടി. ബാക്കി തിരിച്ച് വീട്ടിനകത്തോട്ട് തന്നെ പോവുക. വേറെ ഇവിടെ വന്നിട്ട് വേറെ ഡ്രസ്സപ്പൊക്കെ നമ്മളെ മാറ്റി നേരെ അങ്ങ് വിട്ടോ. വീട്ടിനകത്ത് കയറിയിട്ട് വേണം, കുറച്ച് പണിയുണ്ട്. ഇവിടെ വലിയ പടിയൊക്കെ ഇട്ട് സെറ്റപ്പാണ്. ചൂടിയാണ്. അപ്പോൾ
ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് കാണുന്നിടം വരെ ബായ്. അപ്പോൾ അടുത്ത പാർട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഈ പാർട്ട് കാണാമോ എന്നാലും നിങ്ങൾക്ക് അതിലൊക്കെ മനസ്സിലാക്കില്ല.